ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഹ്രീംകാര്यै നമഃ എന്നുള്ള ആ മന്ത്രത്തിൻ്റെ അർത്ഥമാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഹ്രീംകാര കുണ്ഡത്തിൽ അഗ്നിശിഖ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആ അഗ്നി നന്നായിട്ട് കത്തിജ്വലിക്കുക. ആ ശിഖയിലാണ് ഈ ഹവിസ് അർപ്പിക്കുന്നത്. അതുകൊണ്ട് അത് ഹോമകുണ്ഡാഗ്നിയിൽ ഹവിസ് അർപ്പിക്കുക എന്നുള്ള കർമ്മത്തിന് ഏറ്റവും പ്രധാനമായ അഗ്നി നന്നായിട്ട് ജ്വലിക്കുക. പുകഞ്ഞുകൊണ്ടും നന്നായിട്ട് കത്താതെയും തീ കെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല സൂചകം അല്ല. അപ്പോൾ അഗ്നിശിഖയാണ് ദേവി. അപ്പോൾ പരമാത്മസ്വരൂപിണിയായ ദേവിയാണ് ഹ്രീംകാര മന്ത്രസാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അത് ശരിയാം വണ്ണം നമ്മൾ ദേവിയെ സ്മരിച്ചും കൊണ്ട് തന്നെ മന്ത്രജപം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭൗതിക ഐശ്വര്യവും മുക്തിയും നിശ്ചയമാണ് എന്നുള്ളതാണ് ഈ മന്ത്രം സൂചിപ്പിക്കുന്നത്. അടുത്ത 3 മന്ത്രങ്ങൾ നമ്മൾ ദിവസം പ്രകൃതിയിൽ കാണുന്നവയാണ്. നിലാവും സൂര്യോദയവും അതുപോലെ മഴയുണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന മിന്നലും ആണ്. ഹ്രീംകാര ശശിചന്ദ്രിക, ഹ്രീംകാര ഭാസ്കര രുചി, ഹ്രീംകാര അംബോധ ചഞ്ചല എന്നുള്ളതാണ് ലളിതാ ത്രിശതിയുടെ അടുത്ത നാമങ്ങൾ. ഹ്രീംകാര ശശി, ഹ്രീംകാരമാകുന്ന നിലാവിൻ്റെ ശശിയുടെ ചന്ദ്രികയാണ് ദേവി, അതിൻ്റെ കിരണങ്ങളാണ് ദേവി. രാവിലെ വഴി നടന്ന് അല്ലെങ്കിൽ അധ്വാനിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് നിലാവിനെ കാണുമ്പോൾ അതിയായ സന്തോഷവും തണുപ്പും അതുപോലെ ക്ഷീണം മാറുകയും ചെയ്യുന്നു. അതുപോലെ ഈ പ്രാപഞ്ചിക വ്യവഹാരങ്ങളിൽപ്പെട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മന്ത്രോപാസന ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ എങ്ങനെയാണോ ഒരു ചൂടുകാലം കഴിഞ്ഞാൽ വസന്തകാലം വരുമ്പോൾ മനസ്സ് സന്തോഷിക്കുന്നത്, എങ്ങനെയാണോ വഴി നടന്നിട്ടുള്ള ഒരു താപം കൊണ്ട് ക്ഷീണിച്ച ഒരാൾക്ക് നിലാവിനെ കാണുമ്പോൾ സന്തോഷവും തൃപ്തിയും ക്ഷീണക്ഷയവും ഒക്കെ ഉണ്ടാകുന്നത്, അതുപോലെ ഇത്രയും കാലം ലൗകിക വ്യവഹാരത്തിൽപ്പെട്ടവർക്ക് ഒരു ഗുരുവിൽ നിന്ന് മന്ത്രം കിട്ടി, അതിനെ ജപിച്ചു, അങ്ങനെയുള്ളവർക്ക് അതിയായ സന്തോഷവും തൃപ്തിയും ഉടനെ തന്നെ അനുഭവപ്പെടുന്നു. താപതപ്തരായിട്ടുള്ള ജനങ്ങൾക്ക് നിലാവിൻ്റെ ശീതാംശകിരണങ്ങളെ പോലെയാണ് ദേവി ഉപാസന എന്ന് ഹ്രീംകാര ശശിചന്ദ്രിക എന്നുള്ള മന്ത്രം നമ്മളെ സൂചിപ്പിക്കുന്നു. ഹ്രീംകാര ഭാസ്കര രുചി, അടുത്ത മന്ത്രം. നമ്മൾ എന്നും കാണുന്ന സൂര്യനെയാണ് ഇത് പറയുന്നത്. ഹ്രീംകാരമാകുന്ന ഭാസ്കരൻ്റെ രുചി എന്ന് വെച്ചാൽ 2 അർത്ഥമാണ്. രുചി എന്ന് വെച്ചാൽ ടേസ്റ്റ് അല്ലെങ്കിൽ സ്വാദ് എന്നുള്ള ഒരു അർത്ഥമുണ്ട്. അതല്ലാതെ പ്രകാശം എന്നുള്ള അർത്ഥം ഈ ആധ്യാത്മിക സ്തോത്രങ്ങളിലൊക്കെ ആ അർത്ഥത്തിലാണ് രുചി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഹ്രീംകാരമാകുന്ന ഭാസ്കരൻ്റെ രുചിയാണ്, കിരണങ്ങളാണ് ദേവി. നമ്മൾ സൂര്യപ്രകാശത്തെ കാണുന്നു, അതിനെ മേഘാവൃതമാകുമ്പോൾ, കാർമേഘങ്ങൾ അതിനെ മറയ്ക്കുമ്പോൾ ആ പ്രകാശത്തെ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ അതുപോലെ ജ്ഞാനം അന്തർലീനമാണ്. അത് എല്ലാവരുടെയും ഉള്ളിൽ സ്വതസിദ്ധമായിട്ടുള്ളതാണ്. അതിനെ അറിയാൻ മറ്റൊരു പ്രകാശം ആവശ്യമില്ല. കാരണം ആത്മപ്രകാശത്തിന് വേറൊരു പ്രകാശം ആവശ്യമില്ല. പക്ഷേ അത് നമ്മുടെ അജ്ഞാനം കൊണ്ട് അത് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആ അജ്ഞാന മേഘങ്ങൾ അനാവൃതമാകുമ്പോൾ ആ സൂര്യപ്രകാശം നമുക്ക് കാണുമാറാകും. അതുപോലെ ഒരു ഹ്രീംകാര മന്ത്രം അല്ലെങ്കിൽ ഹ്രീംകാരം എന്നുള്ളതൊരു ഉദാഹരണം മാത്രം. ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിച്ചിട്ടുള്ള ഒരാൾ അതിനെ നിരന്തര മനനം കൊണ്ട് ആ തത്വം ഗ്രഹിക്കുമ്പോൾ, ആ തത്വം മനസ്സിലാക്കുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള ജ്ഞാനപ്രകാശം അയാൾ താനെ അതിനെ അറിയുന്നു. അതുകൊണ്ട് സാധനയുടെ പ്രാധാന്യം, മന്ത്രജപത്തിൻ്റെ പ്രാധാന്യം, ഈ ഭാഗങ്ങൾ നമ്മൾ എന്നും കാണുന്ന സൂര്യനെ കാണുമ്പോഴും ചന്ദ്രനെ കാണുമ്പോഴും ഒക്കെ ഇതൊക്കെ ദേവിയുടെ വൈഭവങ്ങളാണ് എന്ന് നമ്മളെ കാണുമാറാക്കുന്നതാണ് ലളിതാ ത്രിശതി മന്ത്രങ്ങൾ. അടുത്ത മന്ത്രം ഹ്രീംകാര അംബോധ ചഞ്ചല എന്നാണ്. അംബോധം എന്ന് വെച്ചാൽ മേഘങ്ങളാണ്, കാർമേഘങ്ങളാണ്, മഴമേഘങ്ങളാണ്.
ചഞ്ചല എന്ന് വെച്ചാൽ മിന്നലാണ്. നമ്മൾ മഴ പെയ്യുമ്പോൾ മിന്നൽ ഇടയ്ക്ക് പൊട്ടുന്നത് കാണാം. ആ മിന്നലിൻ്റെ വെട്ടത്തിലാണ് നമ്മൾ ഈ മേഘങ്ങളൊക്കെ കാണുന്നത്. അല്ലെങ്കിൽ മഴയുടെ ശബ്ദവും തണുപ്പും വെള്ളവും മാത്രമേ നമുക്ക് കാണുമാറാവുള്ളൂ. ഈ മിന്നലാണ് ഈ മേഘങ്ങൾ ഉള്ളതിനെ നമുക്ക് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഈ പ്രപഞ്ച വ്യവഹാരത്തിൽ നമ്മൾ ദേവിയുടെ തത്വം കാണുന്നില്ല. ഹ്രീംകാരമാകുന്ന മഴമേഘത്തിൻ്റെ മിന്നലാണ് ദേവി. അതുപോലെ ഈ സ്ഥാവര ജംഗമാത്മകമായിട്ടുള്ള ഈ സർവ്വപ്രപഞ്ചത്തിൻ്റെയും ആധാരശക്തിയാണ് ദേവി. ദേവിയുടെ പ്രകാശത്തിലാണ് ഇതെല്ലാം പ്രകാശിക്കുന്നത്, ഇതെല്ലാം നമ്മൾ കാണുന്നത്, ഇതിലൊക്കെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ദേവിയാണ് സ്മരിക്കപ്പെടേണ്ട വസ്തു. ഹ്രീംകാര സാധനയുടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സ്മരിക്കേണ്ടത് ദേവിയെയാണ്. എന്നിങ്ങനെ നമ്മൾ എന്നും കാണുന്ന നിലാവും സൂര്യനും മഴയും മേഘങ്ങളും മിന്നലും ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ദേവീ തത്വത്തെയാണ്. ചരാചരാത്മിക സർവ്വലോകേശി വിശ്വധാരിണി എന്നൊക്കെ ഈ പ്രപഞ്ചം മുഴുവൻ ദേവിയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ലളിതാ സഹസ്രനാമം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ പ്രകൃതിയിൽ നമ്മൾ ഓരോ വസ്തുക്കളെ കാണുമ്പോഴും ദേവിയെ നമ്മൾ സ്മരിക്കേണ്ടതാണ്. ആ ഭക്തിയെ നമ്മൾ ദൃഢപ്പെടുത്തേണ്ടതാണ്. അത്യുത്തമമായ ശ്രീ ലളിതാ സഹസ്രനാമ നാമങ്ങളുടെ അർത്ഥം നമ്മൾ കണ്ടു. ഇനിയും ദേവിയുടെ മഹാത്മ്യം, ദേവിയുടെ വൈഭവം നമുക്ക് പിന്നെയുള്ള ഭാഗങ്ങളിൽ കേൾക്കാം.